പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുവിശേഷാഗ്നി ശുശ്രൂഷ ഒരിക്കൽ കൂടെ പരിശുദ്ധ കുർബാനയുടെ ശക്തിയുമായി നിങ്ങളുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സുവിശേഷാഗ്നി ശുശ്രൂഷയുടെ ശക്തി അപ്പത്തിൻ്റെ രൂപത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവ് ഈശോയാണ്. സുവിശേഷാഗ്നി ശുശ്രൂഷയുടെ ശക്തി ഈ പരിശുദ്ധ കുർബാനയിൽ നിന്ന് നമ്മുടെ മേൽ ആവസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും കർത്താവിനെ കുമ്പിട്ട് ആരാധിക്കാം. കരങ്ങൾ കുപ്പിപ്പിടിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചൊന്ന് കർത്താവിനെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിനെ നിങ്ങൾ സ്തുതിക്കുമ്പോൾ ഭവനങ്ങളില് നിങ്ങളായിരിക്കുന്ന അവസ്ഥകളില് രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ടെലിവിഷനിലേക്ക് നോക്കി ഈശോയെ നോക്കി കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ എൻ്റെ മക്കളെ, നിങ്ങൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ വയനാട്ടിലെ പള്ളിക്കുന്ന് കിഴക്കിൻ്റെ ലൂർദ് എന്നറിയപ്പെടുന്ന പരിശുദ്ധ ലൂർദ് മാതാവിൻ്റെ ദേവാലയത്തില് ആൾത്താരിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവായ ഈശോ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇന്ന് വലിയ ശക്തി അയക്കുകയാണ്. മക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, നിങ്ങളുടെ രോഗങ്ങളിലേക്ക്, നിങ്ങളുടെ തളർച്ചകളിലേക്ക്, നിങ്ങളുടെ വിഷാദങ്ങളിലേക്ക്, നിങ്ങളുടെ സങ്കടങ്ങളിലേക്ക് കർത്താവായ ഈശോ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. മക്കളെ, ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരുന്ന മക്കളെ, യേശുവിന്റെ ശക്തി ഇറങ്ങി വരുന്ന മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കുടുംബ തകർച്ചകളെ ബഹിഷ്കരിക്കാൻ, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നേരെയാക്കാൻ, പ്രിയപ്പെട്ടവരെ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ നേരെയാക്കാൻ നിങ്ങൾ എളിമപ്പെടുക. കർത്താവിന്റെ മുൻപിൽ എളിമപ്പെടുമ്പോൾ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളുടെ മുൻപിൽ എളിമപ്പെടുമ്പോൾ, ഞങ്ങൾ ഒന്നുമല്ല എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. സഹോദരനും തമ്മിലുള്ള ബന്ധത്തിലെ കോട്ടങ്ങള് കർത്താവ് എടുത്തു മാറ്റും. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭാര്യ ഭർത്തൃ ബന്ധത്തിലെ വിള്ളലുകൾ നീങ്ങിപ്പോകട്ടെ. സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലുള്ള വിള്ളലുകൾ നീങ്ങിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിൻ്റെ കരബലം പൂർണ്ണമായി വെളിപ്പെടും. അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ
സുവിശേഷാഗ്നി ശുശ്രൂഷയിലൂടെ കർത്താവിന്റെ ശക്തി ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ കുഞ്ഞുമക്കളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ ആരോഗ്യ മേഖലകളിലേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ ദേശത്തേക്ക് വന്ന് നിറയട്ടെ, ഞങ്ങളുടെ രാജ്യം അനുഗ്രഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നിന്റെ ശക്തി ഒഴുകട്ടെ കർത്താവേ, നിന്റെ അഭിഷേകം ഒഴുകട്ടെ കർത്താവേ. യേശുവേ, നിന്റെ അഭിഷേകം ഒഴുകട്ടെ കർത്താവേ, നിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ കർത്താവേ, നിന്റെ കൃപകൾ ഇറങ്ങി വരട്ടെ കർത്താവേ, നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ. Praise the Lord. Praise the Lord. പ്രിയപ്പെട്ട മക്കളെ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെ വലിയ ഒരു സന്ദേശമാണ് നമുക്ക് ലഭിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. വചനം നമ്മെ പഠിപ്പിക്കുന്നത് സഹോദരനുമായി രമ്യതപ്പെടുക എന്ന പേരിലാണ്. വചനം ഇങ്ങനെയാണ്, ഈശോ പഠിപ്പിക്കുകയാണ്, കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്കർഹനാകും എന്ന് പൂർവീകരോട് പറയപ്പെട്ടതായി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. നോക്കിക്ക മക്കളെ, എന്ത് ശക്തമായ വചനങ്ങളാണ്. കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. സഹോദരനെ ഭോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്നവനാകട്ടെ നരകാഗ്നിക്കിരയായി തീരും. നീ ബലിപീഠത്തിൽ, അതായത് ബലിയർപ്പിക്കാനായി നീ ദേവാലയത്തിൽ വന്ന് ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരനോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ചോർത്താൽ, എൻ്റെ കർത്താവ് എന്തൊരു ശക്തമായ വചനമാണ്. നീ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോൾ ആ നിമിഷം നീ ഓർക്കുകയാണ്, നിന്റെ സഹോദരനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരസ്വസ്ഥതയുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ കാഴ്ചവസ്തുക്കളൊക്കെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി സഹോദരനുമായിട്ട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. വീണ്ടും വചനം പറയാം. കർത്താവിൻ്റെ വചനം ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വളരെ ശക്തമായ വചനമാണ് പ്രിയപ്പെട്ടവരെ. മത്തായി 5-ാം അധ്യായം 21 മുതൽ 26 വരെ തുടർന്ന് പറയാണ്, നീ പ്രതിയോഗിയോട് വഴിക്ക് വെച്ച് തന്നെ വേഗം രമ്യതപ്പെട്ടുകൊള്ളുക, അല്ലെങ്കിൽ നിന്റെ ശത്രു പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ നീ കാരാഗൃഹത്തിൽ അടക്കപ്പെടും. അവസാനത്തെ ചില്ലിക്കാശ് കൊടുക്കുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ലെന്ന് സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവ് ഈശോയുടെ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കാൻ, ദൈവത്തിൻ്റെ മക്കളാക്കി തീർക്കാനുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആന്തരിക മുറിവുകൾ ഉണക്കാനുള്ളതാണ്. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനുമുള്ള കഴിവ് നൽകുന്നതാണ് ഇത്തരത്തിലുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങൾ ഞാൻ ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വേഗം ചെന്നത് ആധ്യാത്മിക ശാസ്ത്രത്തിലെ ചില ആത്മീയ സത്യങ്ങളെ കുറിച്ചാണ്. ആധ്യാത്മിക ശാസ്ത്രം, സ്പിരിച്വൽ തിയോളജി, അതിനകത്തുള്ള ചില ആത്മീയ സത്യങ്ങൾ നമുക്കിപ്പോഴൊന്ന് ധ്യാനിക്കാം. അതായത് ഈ ആത്മീയ സത്യങ്ങൾ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് നാം നേടിയെടുക്കേണ്ട കുറെ ആത്മീയ ഗുണങ്ങൾ, അല്ലെങ്കിൽ നാം ആർജിച്ചെടുക്കേണ്ട ചില ആത്മീയ പുണ്യങ്ങൾ. ഇതാണ് ഈ സ്പിരിച്വൽ ലൈഫിൽ, ആധ്യാത്മിക ജീവിതത്തിൽ ഗുണങ്ങൾ ആർജിച്ചെടുക്കാനായിട്ട് ഈ വചനം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഗുണം, അല്ലെങ്കിൽ ഒന്നാമത്തെ ആ പുണ്യം, ആധ്യാത്മിക ശാസ്ത്രത്തിൽ നാം ആർജിച്ചെടുക്കേണ്ട ആത്മീയ ഗുണം എന്താണ്? ഒന്ന്,
ദൈവത്തിന് സ്വീകാര്യമായത്, ദൈവത്തിന് ശ്രേഷ്ഠമായത് എന്തെന്ന് കണ്ടുപിടിക്കലാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ആധ്യാത്മിക ജീവിതം, ആത്മാവിൻ്റെ രക്ഷ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാം ആർജിച്ചെടുക്കണം ചില ആത്മീയ ഗുണങ്ങൾ, ആത്മീയ പുണ്യങ്ങൾ. അതിലൊന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ നാം ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം ധ്യാനിച്ചെടുക്കേണ്ടത് എന്താണ് ദൈവത്തിന് സ്വീകാര്യമായത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠമായത് എന്ത് എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമത്, ഇങ്ങനെ ദൈവഹിതം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രായോഗികമാക്കാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കലാണ്. ഇതാണ് ആത്മീയ ഗുണങ്ങൾ, നാം ആർജിച്ചെടുക്കേണ്ട ആത്മീയ ഗുണങ്ങൾ. നാം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ നാം ആദ്യം ചിന്തിക്കണം, ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ദൈവത്തിൻ്റെ മുൻപിൽ ശ്രേഷ്ഠമായത് എന്ത്. ഇനി ദൈവത്തിൻ്റെ തിരുഹിതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യാനായിട്ടുള്ള നടപടിയെടുക്കലാണ് രണ്ടാമത്തെ നാം ആർജിച്ചെടുക്കേണ്ട പുണ്യം. അതായത് ഇതിനെ പല വിശുദ്ധന്മാർ പല രീതിയിൽ ആത്മീയ ഗുണങ്ങൾ അല്ലെങ്കിൽ ആർജിച്ചെടുക്കേണ്ട പുണ്യങ്ങൾ പല രീതിയിൽ വിശദീകരിച്ചിട്ടുണ്ട്. അതിലൊന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നമ്മളെ പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ നമുക്ക് 3 വാക്കുകളിലാണ് അത് നമുക്ക് ചുരുക്കിയെടുക്കാവുന്നത്. ഒന്ന്, ഒരു ആത്മീയ യാത്ര ചെയ്യുന്നവൻ ആദ്യം ചെയ്യേണ്ടത് എല്ലാറ്റിനെക്കാട്ടി ഉപരി ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ ഒരു ആത്മാവിൻ്റെ രക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രമാണ് ദൈവത്തെ അന്വേഷിക്കുക. എന്നിട്ട് ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞ് രണ്ടാമത്തേത് ദൈവത്തെ കണ്ടുമുട്ടുക. മൂന്നാമത്തേത് ഇഗ്നേഷ്യസ് ലോയോള പറഞ്ഞു ദൈവത്തിൻ്റെ തിരുഹിതം ചെയ്യുക. ടു ഡു ദ വിൽ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അപ്പം ഇതാണ് നാം ആർജിച്ചെടുക്കേണ്ട ആധ്യാത്മിക ശാസ്ത്രത്തിലെ പുണ്യങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. ഈ ആത്മീയ ഗുണങ്ങൾ നമ്മൾ നേടിയെടുത്താൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതായത് ഇത് ആർജിച്ചെടുക്കണമെങ്കിൽ ഒരു ആത്മീയ യാത്ര ചെയ്യണമെന്ന് നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. നാം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. ഒരു മാമോദീസ സ്വീകരിച്ച ഒരാൾ യേശുവിനെ ആത്മാർത്ഥമായിട്ട് പിൻചൊല്ലുമെന്ന് നാം ആത്മാർത്ഥമായിട്ട് തിരഞ്ഞെടുപ്പ് നടത്തണം. എന്നാൽ മാത്രമേ ഇത് ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അത്ര നിസ്സാരമായ ഒരു കാര്യമല്ല അച്ഛൻ പറഞ്ഞത്. കേൾക്കുമ്പോൾ നിസ്സാരമായിട്ട് തോന്നുമെങ്കിലും നാം അത് ധ്യാനിക്കുകയും മനസ്സിൽ അതെന്താണ് അച്ഛൻ പറയുന്നതെന്ന് ചിന്തിക്കുകയും വേണം. അപ്പം അപ്പോഴേ ഈ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് കയറുകയുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ആത്മീയ ഗുണങ്ങൾ ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് നാം 3 കാര്യങ്ങൾ കൂടി ചെയ്യണം. അതായത് നേരത്തെ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിലും ഞാൻ എൻ്റെ ഭാഷയിൽ അത് പറയാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ദൈവഹിതത്തോട്, ദൈവത്തിൻ്റെ ആഗ്രഹത്തോട് എൻ്റെ ഹിതം ഞാൻ ചേർത്ത് വയ്ക്കുക. അപ്പം ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ആദ്യം തിരിച്ചറിയണം. ദൈവം എൻ്റെ ജീവിതത്തിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആഗ്രഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മനുഷ്യനെന്ന രീതിയിൽ നമ്മുടെ ആഗ്രഹങ്ങളുണ്ടല്ലോ. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ആഗ്രഹവുമായിട്ട് ചേർത്ത് പിടിക്കുക, ചേർത്ത് നിർത്തുക. അതിനുവേണ്ടി നാം പരിശ്രമിക്കണം. കാരണം ഇതൊരു പരിശ്രമമാണ്. ഇതാണ് ഒരു ആത്മാവിൻ്റെ രക്ഷയ്ക്ക് നാം നേടിയെടുക്കേണ്ട പുണ്യമാണ്. എന്നിൽ നിന്ന് ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹത്തോട് എൻ്റെ ആഗ്രഹങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് നാം പരിശ്രമിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, ഹല്ലേലൂയ. രണ്ടാമത്, ദൈവഹിതത്തിന് നമ്മുടെ ഹിതം അടിയറ വയ്ക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ മുൻപിൽ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൻ്റെ മുൻപിൽ ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദൈവത്തിൻ്റെ ആഗ്രഹത്തിന്
ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഞാൻ എൻ്റെ ജീവിതത്തെ അടിയറ വയ്ക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മൂന്നാമത്തേത് സമ്പൂർണമായ ദൈവഹിതത്തിൻ്റെ മുൻപിലുള്ള കീഴ്പ്പെടലാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാനുഷികമായ ബുദ്ധിയും മാനുഷികമായ കഴിവുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ ഹിതത്തിന് മുൻപിൽ അടിയറ വയ്ക്കുകയാണ്. പറഞ്ഞ ഹല്ലേലൂയ. ഇനി അവിടെ നിന്ന് നാം കണ്ടുപിടിക്കേണ്ടത് ആധ്യാത്മിക ശാസ്ത്രത്തിൽ എന്താണ് കൂടുതൽ മെച്ചപ്പെട്ടതെന്ന് കണ്ടുപിടിക്കണം. കാരണം ഈ പുണ്യങ്ങളൊക്കെ ആർജിച്ചെടുക്കുമ്പോഴാണ് നമ്മുടെ മുൻപിൽ എന്താണ് മെച്ചപ്പെട്ടതെന്ന് കണ്ടുപിടിക്കണം. അതായത് ഒരു ദൈവശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ പറയുന്ന കാര്യമാണ്, ബലമാണോ ബലഹീനതയാണോ മെച്ചപ്പെട്ടത്? ബലമാണോ ബലഹീനതയാണോ മെച്ചപ്പെട്ടത്? ബലഹീനത എന്ന് പറഞ്ഞാൽ പാപവോ തഴക്കദോഷങ്ങളോ അല്ല, നേരെ മറിച്ച് തോറ്റുകൊടുക്കാനുള്ള കഴിവ്, കീഴ്പ്പെടാനുള്ള കഴിവ്, അത്തരത്തിലുള്ള ബലഹീനതകൾ. ഈ ലോകത്തിൻ്റെ മുൻപിൽ ബലമെന്ന് കരുതുന്നത് എന്തൊക്കെയാണ്? സഹോദരനെ കൊല്ലുന്നത്, നാം ഇന്നത്തെ വാചനത്തിൽ വായിച്ചു കേട്ടില്ലേ? അവനെ ദ്രോഹിക്കുന്നത്, സഹോദരനോട് കോപിക്കുന്നത്, അവനെ ഉപദ്രവിക്കുന്നത്, അവർക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നത്, അതായത് പ്രതിയോഗിയുമായി തല്ലുണ്ടാക്കുന്നത്, മദ്യം മയക്കുമരുന്നൊക്കെ കഴിക്കുന്നത്, ഈ ലോകത്തിൻ്റെ കണ്ണുകളിൽ ബലമുള്ളതായിട്ട് കാണുന്നത് അതാണ്. എന്നാൽ യേശുവിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ബലമുള്ളത് എന്താ? അതായത് ഈ ലോകം ബലഹീനതയായിട്ട് കാണുന്നത് തോറ്റുകൊടുക്കുക, രമ്യതപ്പെടുക, ക്ഷമിക്കുക, പിന്നോട്ട് മാറുക, മാനസാന്തരപ്പെടുക, മറ്റുള്ളവരുടെ പക്ഷം പിടിക്കുക, ഇതൊക്കെ ഈ ലോകത്തിൻ്റെ മുൻപിൽ ബലഹീനത ആണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ, യേശുവിൻ്റെ മുൻപിൽ ബലമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട മക്കളെ. എന്നിട്ട് ഇന്നത്തെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ഈ ലോകത്ത് നിൽക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത് എന്ന് തിരിച്ചറിയണം ഒരാത്മാവ്. എന്തൊക്കെയാണ് നമ്മുടെ മുൻപിലുള്ളത്? നമ്മളെ പ്രകീർത്തിക്കുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ, നമുക്ക് സ്തുതി പാടുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ, നമ്മളെ പരിക്കേൽപ്പിക്കുന്നവരുണ്ട് നമ്മുടെ മുൻപിൽ, പ്രായശ്ചിത്തം ചെയ്തവരുണ്ട് നമ്മുടെ മുൻപിൽ, പരിഹസിച്ചവരുണ്ട് നമ്മുടെ മുൻപിൽ, നമ്മളെ പരീക്ഷിച്ചവരുണ്ട് നമ്മുടെ മുൻപിൽ, നമ്മുടെ മുൻപിൽ നിന്ന് പിൻവലിഞ്ഞവരുണ്ട്, നമ്മളെ ഉപദ്രവിച്ചവരുണ്ട്, നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്. ഇത്രയും കാര്യങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ നാം ദൈവഹിതവും മനുഷ്യഹിതവും തിരിച്ചറിയണം. ദൈവം എന്താണ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് തിരിച്ചറിയണമെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് ലഭിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മളൊരു ഡിസേൺമെന്റ് നടത്തണം. അതായത് ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ മുൻപിൽ എന്താണ് വലുതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നള്ളി വരണം. നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ നല്ലതേത് തിന്മയേതെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ മിന്നുന്നതൊന്നും പൊന്നല്ല എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നമുക്ക് ലഭിക്കണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഇന്നത്തെ വചനത്തിൻ്റെ ഒരു ആന്തരികമായ അർത്ഥം. കൊല്ലരുത്, ക്ഷമിക്കണം, കോപിക്കരുത്, ഭോഷ എന്ന് വിളിക്കരുത്, സഹോദരനുമായി രമ്യതപ്പെടണം. ഈ ലോകത്തിൻ്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ അത് ബലഹീനതയാകാം. തോറ്റുകൊടുക്കുക, ക്ഷമ ചോദിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, മറ്റുള്ളവരുടെ പക്ഷം നിൽക്കുക. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിലുള്ള ദൈവത്തിൻ്റെ തിരുഹിതം എന്താണെന്ന് തിരിച്ചറിയണം. ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ സഹോദരനുമായി എനിക്ക് രമ്യതപ്പെടാൻ പറ്റുമോ? ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ ജീവിത പങ്കാളിയുമായി എനിക്ക് ഒന്നിച്ചു പോകാൻ സാധിക്കുമോ? ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ അയൽവാസികളുമായി എനിക്ക് സ്നേഹത്തിൽ പോകാൻ സാധിക്കുമോ? ഞാൻ വിട്ടുവീഴ്ച ചെയ്താൽ എൻ്റെ മാതാപിതാക്കളുമായി, എൻ്റെ മക്കളുമായി എനിക്ക് ദൈവനാമത്തിൽ ഒന്നിച്ചു പോകാൻ സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ,
ആ ഒരു അഭിഷേകമാണ് ഇന്ന് സുവിശേഷാഗ്നി ശുശ്രൂഷ നമുക്ക് നൽകുന്നത്. അപ്പം അതിനുവേണ്ടി, കൃപയ്ക്ക് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ യേശുവിൻ്റെ ശക്തി അനുഭവിച്ചറിയുന്ന ദിവസമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ, നിന്റെ കുടുംബത്തിൻ്റെ മേൽ ആവസിക്കുമ്പോൾ നിന്നെ ബാധിച്ച തടസ്സങ്ങൾ, ബന്ധനങ്ങളെല്ലാം ബഹിഷ്കരിക്കപ്പെടുന്ന ദിവസമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അച്ഛനോടൊപ്പം ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവായ ഈശോയെ, അവിടുന്ന് സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത്ഭുതങ്ങളുടെ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക്, ഞങ്ങളുടെ സങ്കടങ്ങളിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ ബന്ധനങ്ങളിലേക്ക് അയക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ എല്ലുകളുടെ മേൽ, ഞങ്ങളുടെ മാംസത്തിന്റെ മേൽ, ഞങ്ങളുടെ ബുദ്ധിയുടെ മേൽ, ഞങ്ങളുടെ അറിവിന്റെ മേൽ, ഞങ്ങളുടെ കുടുംബത്തിന്റെ മേൽ, ഞങ്ങളുടെ വാഹനത്തിന്റെ മേൽ, ഞങ്ങളുടെ തൊഴിൽ മേഖലകളുടെ മേൽ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠനങ്ങളുടെ മേൽ എഴുന്നള്ളി വരണമേ. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ, എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാ, യേശുനാമത്തിന്റെ ശക്തിയാ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ, ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ, പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ എല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ, യേശുനാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാ വിട്ടുപോകട്ടെ. മാലിന്യങ്ങളകറ്റി നിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. അന്ധതയെല്ലാം നീക്കി ഇരുള്, ഇരുട്ട് യേശുനാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. അഗ്നിസ്നാനം നൽകാൻ കൃപ നീ ചൊരിയണമേ. സഹനം നിറയും വരയിൽ യേശുവിന്റെ അത്ഭുതകരം പ്രവർത്തിക്കട്ടെ. ധീരതയോടെ ചരിക്കാൻ അഗ്നിസ്നാനം നൽകാൻ യേശുനാമത്തിന്റെ ശക്തി ആഗതനാകണമേ. പരിശുദ്ധാത്മാവേ, രണ്ട് കരങ്ങള് ഈശോയുടെ നേരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കുടുംബത്തിന്റെ മേൽ ആവസിക്കട്ടെ. സാംസനെ ശക്തിപ്പെടുത്തിയ ദൈവം നിന്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരട്ടെ. 18 വർഷമായി നിവർന്നു നിൽക്കാൻ കഴിയാതിരുന്ന വ്യക്തിയെ സുഖപ്പെടുത്തിയ കർത്താവിന്റെ ശക്തി നിന്റെ ഭവനത്തിന്റെ മേൽ എഴുന്നള്ളി വരട്ടെ. നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത നിന്റെ തൊഴിൽ മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവേ, നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത നിന്റെ സാമ്പത്തിക മേഖലകളിലേക്ക് ഇറങ്ങി വരട്ടെ. നിറയേണമേ, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരട്ടെ. അത്ഭുത ശക്തി പ്രവർത്തിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നിന്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. എല്ലാ നാരകീയ ശക്തികളെയും നിന്റെ ഭവനത്തിൽ നിന്ന് ബഹിഷ്കരിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ മുറിവുകളെല്ലാം പരിശുദ്ധാത്മാവ് ഉണക്കട്ടെ. പരിശുദ്ധാത്മാവേ, ശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടാകട്ടെ. ആത്മാവേ, ന്യായാധിപനായ
ന്യായാധിപന്മാരിലൂടെ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ദൈവം നിന്റെ കുടുംബത്തിന്റെ മേൽ നീതി നടപ്പാക്കട്ടെ. റൂഹായേ റിയാ 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 റിയാ. റൂഹായേ യേശുവേ, ശക്തി 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 ഒഴുകട്ടെ. കർത്താവിന്റെ നാമത്തിന്റെ ശക്തിയിൽ എല്ലാ ബാധകളും ഒഴിഞ്ഞു പോകട്ടെ. റൂഹായേ മാനസാന്തരം ലഭിക്കാത്ത വ്യക്തികളുടെ മേൽ യേശു നാമത്തിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവേ വർഷങ്ങളുടെ പഴക്കമുള്ള മദ്യപാനത്തിന്റെ ആസക്തികൾ ബഹിഷ്കരിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ ആർക്കും പരിഹരിക്കാനാവാത്ത മയക്കുമരുന്നിന്റെ ബന്ധനങ്ങളിൽ പെടുന്ന യുവജനങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിച്ച് വിടുതൽ നൽകട്ടെ. പരിശുദ്ധാത്മാവേ കല്യാണ തടസ്സങ്ങൾ, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. റൂഹായേ അയൽവാസികളിൽ നിന്നുള്ള നിരന്തരമായ ദ്രോഹങ്ങളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്ന് ന്യായവിധി നടപ്പാക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിച്ചോ മക്കളെ, ഈശോനെ വിളിച്ചോ മക്കളെ, എന്റെ ഈശോയെ വിളിച്ചോ മക്കളെ, ഈശോനെ വിളിച്ചോ. അത്ഭുത ശക്തിയെ നിന്റെ ഭവനത്തിലേക്ക് കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഈശോയുടെ മുൻപില് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പ്രിയപ്പെട്ട മക്കളെ, കരങ്ങൾ കൂപ്പിപ്പിടിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിൽ നിൽക്കുക. ഇപ്പോൾ ഈശോ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷങ്ങൾ ചെലവഴിക്കുക. പ്രിയമുള്ളവരെ, ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന നിമിഷമാണ്. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും അനുഗ്രഹങ്ങൾ നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഇതാ ധാരധാരയായി ഒഴുകി വരുന്നു. മകനെ, മകളെ, നീ ഏകനല്ല, നീ ഏകയല്ല. സ്നേഹവാനായ എന്റെ ഈശോ, എന്റെ ദൈവം, ശക്തനായ രാജാവ് ഇതാ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്നു. ഇതാ നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതാ നിന്റെ എല്ലാ കഷ്ടതകളിലേക്കും സർവശക്തനായ ഈശോ ഈ നിമിഷം അനുഗ്രഹം ചൊരിഞ്ഞ് കടന്നു വരുന്നു. പ്രാർത്ഥിക്കട്ടെ. അനുഗ്രഹധാര കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നു. ആരാധന 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 ആരാധന. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവാ. അഗ്നിയാ സുവിശേഷാഗ്നിയാ വചനമാ ആത്മാവിൻ നിറവായി.